ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആനന്ദ്. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന പോലത്തെ റിസൾട്ട് പല ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതായത് കൊളസ്ട്രോൾ വാല്യൂസൊക്കെ വളരെ നോർമലാണ്. പക്ഷേ ഏത് കൊളസ്ട്രോൾ വാല്യൂസാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുകയാണ്. കാരണം നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നോർമലായിട്ട് കാണിച്ചാലും ഒരു പക്ഷേ അതിനകത്ത് വേരിയേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള കൊളസ്ട്രോളാണ്. അപ്പോൾ അതിനകത്ത് HDL, LDL, VLDL വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റത്തില്ല. അപ്പം LDLൻ്റെ വാല്യൂ കൂടുതലാണ്, HDL വാല്യൂ കുറവാണ് എങ്കിലും ടോട്ടൽ കൊളസ്ട്രോൾ നോർമലായിട്ടായിരിക്കും കാണിക്കുന്നത്. പക്ഷേ അതിനകത്ത് റിസ്ക് വളരെയധികം കൂടുതലാണ്. എന്താ, നമ്മൾ കൊളസ്ട്രോൾ നോർമലാണെന്ന് വിചാരിച്ച് നമ്മൾ സാധാരണയായിട്ടുള്ള ഡയറ്റ് കഴിക്കുകയാണ്, വേറെ മെഡിസിൻസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, അതുപോലെ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല എന്നുള്ള സാഹചര്യം വളരെയധികം ഡേഞ്ചറസ് ആണ്. അപ്പം നോക്കുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മളിപ്പം കുറേ നാൾ കഴിഞ്ഞിട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നോക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലായിട്ട് തന്നെ, അതായത് എല്ലാ വാല്യൂസും കൃത്യമായിട്ട് അറിയുന്ന രീതിയിൽ കൊളസ്ട്രോൾ നോക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിൻ്റെ കൂടെ തന്നെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ വാല്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ട്രൈഗ്ലിസറൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ ഒരു ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞ് ഇരിക്കേണ്ടതാണ്. യൂഷ്വലി ട്രൈഗ്ലിസറൈഡ് കൂടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നജം നമ്മുടെ ശരീരത്തിനകത്ത് കൂടുതലായിട്ട് ചെല്ലുന്നതാണ്. ഓക്കെ, കാരണം ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് പിന്നെ ലിവറിൽ മെറ്റബോളിസം കഴിഞ്ഞ് നമുക്ക് ട്രൈഗ്ലിസറൈഡ് മാറുന്നത്. ഒരു ഫോം ഓഫ് ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ്. ഓക്കെ, പക്ഷേ ഒരു പരിധി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡ് വെസൽസിനെ ബ്ലോക്ക് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ട്രൈഗ്ലിസറൈഡ്. പല ആൾക്കാർക്കും അറിയാം അല്ലേ? പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ് ഒരു പരിധി കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യും അല്ലേ? ഡയറ്റ് കാര്യങ്ങൾ ചെയ്യും, അതുപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യും. പക്ഷെ അങ്ങനെ കുറച്ചുകൊണ്ട് മാത്രം പെട്ടെന്ന് ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് ഒരുപക്ഷെ കുറഞ്ഞേക്കാം. അങ്ങനെ കുറഞ്ഞാൽ പോലും ആ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ഒരു 50 വയസ്സിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം നല്ലതായിരിക്കും. ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡയറ്റിൽ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റംസ് ഉണ്ട്, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹോമിയോ, ആയുർവേദം പോലത്തെ കാര്യങ്ങൾ വളരെയധികം എഫക്റ്റീവാണ്. പല ആൾക്കാർക്കും നല്ല റിസൾട്ടുകൾ കിട്ടുന്നതാണ്. ഇപ്പോൾ ഹോമിയോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ അനിയൻ സറ്റൈവം എന്ന് പറയുന്ന മെഡിസിൻ യൂഷ്വലി കൊടുക്കുന്നുണ്ട്. വേറെ മെഡിസിൻസ് ഉണ്ട് മെറ്റബോളിസം കൂട്ടാനൊക്കെ ആയിട്ട്, ഫാറ്റ് ബേൺ ചെയ്യാനൊക്കെ ആയിട്ട് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ് അനുസരിച്ച് തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവിൽ തീർച്ചയായിട്ടും എടുക്കുക. നമ്മൾ മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്ന് കരുതി തീർച്ചയായിട്ടും നമ്മൾ ഡയറ്റിൽ ഒരു കോംപ്രമൈസ് വരുത്താൻ പാടില്ല, നമ്മുടെ എക്സസൈസിൽ കോംപ്രമൈസ് വരുത്താൻ പാടില്ല. ഓക്കെ, കാരണം ഇത് നമ്മൾ മെഡിസിൻ കഴിച്ചാലും കഴിച്ചില്ലേലും നമ്മുടെ ശരീരത്തിന് ഇമ്പാക്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ പലപ്പോഴും ഈ ഒരു ജീവിതത്തിലെ സ്ട്രെസ് ഫാക്ടർ നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രശ്നങ്ങളും പല അസുഖങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കാനായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാൻ നല്ല ഉറക്കം, നല്ല എക്സസൈസ്, നല്ല ഭക്ഷണം, ഇതാണ് ഏറ്റവും വലിയ പ്രകൃതിയുടെ മരുന്ന്. അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പ്രൊമോട്ട് ഏതെങ്കിലും ആണെങ്കിലും നമ്മുടെ പൊതുവെയുള്ള ബാലൻസ് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതിന് തീർച്ചയായും നമ്മൾ കറക്റ്റ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ മെഡിസിൻ എടുക്കുക. മെഡിസിൻ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് അലിയും സറ്റൈവം എന്നുള്ള ഹോമിയോ മെഡിസിൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് മാത്രമല്ല വേറെ മെഡിസിൻസ് ഉണ്ട്. കൃത്യമായിട്ടുള്ള ആ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് എടുക്കേണ്ടതാണ്. വേറെ കാര്യങ്ങൾ നിങ്ങളുടെ ഇതിൻ്റെ കാര്യം ടോട്ടൽ കൊളസ്ട്രോൾ കാണിച്ചുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. അതായത് നമ്മുടെ LPA, അതായത് ലിപ്പോപ്രോട്ടീൻ A, അതിനകത്ത് തന്നെ സബ് മോളിക്യൂൾസ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജനറ്റിക് ടെൻഡൻസി എന്തുമാത്രമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഈ LPA നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് കൊളസ്ട്രോൾ വരാനുള്ള ടെൻഡൻസി എന്തുമാത്രമുണ്ട്, ബ്ലോക്ക് വരാനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട് എന്നുള്ള ഒരു പ്രിഡിക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അഥവാ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടി തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് വാല്യൂ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ, കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായും നിങ്ങളെ മെൻഷൻ ചെയ്യുക.
ലാസ്റ്റ് നിങ്ങൾ കൊളസ്ട്രോൾ നോക്കിയപ്പോൾ എത്രയുണ്ടായിരുന്നു, അത് നോക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ നോക്കിയപ്പോൾ നോർമൽ ആയിരുന്നോ എന്നുള്ള കാര്യത്തെ വിഷയങ്ങൾ താഴെ മെൻഷൻ ചെയ്യാം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുമ്പോഴും, അതായത് പ്രൊഫൈലായിട്ട് നോക്കുമ്പോഴും ടോട്ടലായിട്ട് നോക്കുമ്പോഴും എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്ന വിഷയം നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം. സോ ഒരു നല്ലൊരു വിഷയം നേരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും